കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. രാധികാമ്മയും വരണം ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഭദ്രന്റെ കയ്യിൽ നിന്നും ആ വീഡിയോസ് എല്ലാം മേടിച്ച് നശിപ്പിച്ച് കളയണം. എങ്കിൽ മാത്രമേ തനിക്കിനിയിപ്പം പിടിച്ചെടുപ്പുണ്ടാവുള്ളൂന്ന് രാധികാമ്മയ്ക്ക് മനസ്സിലായി. അങ്ങനെ വെമ്പാലമുക്കിലുള്ള ആ വീട്ടിലേക്ക് വരാനായിട്ട് ഭദ്രനോട് പറയുകയാണ്. അവിടെ വന്നു കഴിയുമ്പോൾ നിനക്ക് തരാനുള്ള പണമൊക്കെ തരാന്ന്. കാരണം പണം ഇവരുടെ കയ്യിലില്ല. പക്ഷേങ്കിൽ അതിന് മുകളിൽ കുറച്ച് പൈസ മാത്രം ഒറിജിനലിലോട്ട് വെച്ചിട്ട് അതിന്റെ അടിയിലേക്കെല്ലാം കള്ളപ്പണം വെക്കാനായിട്ടാണ് രാധികാമ്മയുടെ തീരുമാനം. വരുണാനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സന്തോഷമായി. കാരണം ഭദ്രൻ വന്നു കഴിഞ്ഞാൽ ഭദ്രന്റെ കയ്യിൽ നിന്ന് ആ വീഡിയോസ് ഒക്കെ മേടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അടി കള്ളപ്പണം എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആയി പോയിക്കോളൂല്ലോ. അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. പിന്നീട് ഭദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ജാതികാൻ പറഞ്ഞു, ഇനി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണം. വരണേ ഒരു പെട്ടിക്കകത്താക്കി വേണം, സ്യൂട്ട് കേസിനകത്താക്കി വേണം പണമെല്ലാം സെറ്റ് ചെയ്ത് വെക്കാന്ന് പറയണം. 10 കോടി രൂപയാണല്ലോ കൊടുക്കാൻ പോകുന്നത്, ചെറിയ എമൗണ്ട് അല്ലല്ലോ. പിന്നീട് അവരകത്തേക്ക് കയറി പോകണം. ആ സമയം ഗീതു എന്ത് ചെയ്യണം, ഗീതു അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദനോട് ഗീതു പറഞ്ഞു, അവർ തമ്മിൽ എന്തോ ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെന്താന്ന് മാത്രം മനസ്സിലായിട്ടില്ല കണ്ണേട്ടാന്ന് പറയണം. എന്തോ എനിക്കത്ര പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയണം. എന്തൊക്കെയോ കള്ളത്തരങ്ങള് ദേ രാധികാമ്മയ്ക്കും വരണും ഉണ്ടെന്നാ തോന്നിയെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, അതറിയാം, ഒന്നുമില്ലാതിരിക്കത്തില്ല. കാരണം ഇത്രയും കാലത്ത് ഒരു ചതിയുടെ കഥ അവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കുമല്ലോ. ഭദ്രനുമായിട്ട് കൂട്ടുകൂടണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ട് ഗീതു, അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയണം. ഗീതുവും പറഞ്ഞു, അത് ശരിയാ, അച്ഛൻ ഒരു കാരണവശാലും നല്ല വഴിയിലെ പൈസ ഉണ്ടാക്കാനെന്ന് ചിന്തിക്കത്തില്ല. അച്ഛന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയുന്ന കണ്ണേട്ടാന്ന് പറയണം. ഈ സമയം കിഷോർ ആകെപ്പാടെ തകർന്ന മനസ്സോടെയാണ് നടക്കുന്നത്. കിഷോറിന് എന്ത് ചെയ്യണമെന്നറിയില്ല. കിഷോറിന് കയ്യിലിരുന്നതും പോയി, ഒന്നും കിട്ടിയതുമില്ല. വല്ലാത്തൊരവസ്ഥയാ. ഗീതുവിനെ ആദ്യം പ്രണയിച്ചെങ്കിലും അവസാനം അപർണയുടെ പണം കണ്ടുകഴിഞ്ഞപ്പോ അങ്ങോട്ട് ചാടി. ഇപ്പൊ അപർണകയില്ല, ഗീതു ഇല്ലാത്തൊരവസ്ഥയല്ല കിഷോർ നിൽക്കുന്നത്. കിഷോറിനാണല്ലോ അപർണയോട് ഒരു പ്രതികാര ബുദ്ധിയായിരുന്നു. അതോടൊപ്പം തന്നെ ഗീതുവിനോടും എങ്ങനെയെങ്കിലും രണ്ടുപേരെ തകർക്കണം, അതിനൊരു മാർഗം കണ്ടെത്തണം. അങ്ങനെ കിഷോർ എന്ത് ചെയ്യണം, കിഷോർ ഏതെങ്കിലും ഒരു ജോലി കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ ഇറങ്ങണ സമയത്താണ് വഴിക്ക് വെച്ച് അനാർക്കിലെ കാണുന്നത്. അനാർക്കിലെ കണ്ടത് കിഷോറിന് ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ കിഷോറിന്റെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് നിന്നപ്പോഴത്തേനും കിഷോർ പതുക്കെ അങ്ങോട്ട് മാറിക്കൊടുത്തു. പിന്നീട് അതിനകത്തുനിന്ന് അനാർക്കലി അങ്ങോട്ട് ഇറങ്ങുവാണ്. അനാർക്കലി ഇറങ്ങി വന്നിട്ട് കിഷോർ അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടോ കിഷോർ പറഞ്ഞു, അതെ, നിങ്ങൾ ആരെന്ന് ചോദിക്കണം. ഞാൻ ആരാന്ന് നിനക്ക് ഒരു പക്ഷെ അറിയില്ലായിരിക്കും എന്ന് പറയണം. ഇപ്പൊ നിന്റെ കാമുക ഉണ്ടായിരുന്നല്ലോ ഗീതു, അവളോട് പറഞ്ഞു, ചിലപ്പോ അവൾക്ക് അറിയായിരിക്കും എന്ന് പറയണം. കാമുക? എന്റെ കാമുകയോ? ഓ സോറി, നിന്റെ കാമുകയല്ല, ഇപ്പം നിന്റെ കാമുകയല്ല, ഒരു കാലത്ത് നിന്റെ കാമുക ആയിരുന്നവള്. ഇത് കേട്ടോ കിഷോർ പറഞ്ഞു, അല്ല ഗീതുവിനെ നിനക്ക് അറിയാവുന്ന ചോദിക്കാം. ഗീതുവിനെ മാത്രമല്ല, ഗീതുവിന്റെ അച്ഛൻ ഭദ്രനെയും പിന്നെ നിന്റെ ജാതകം വരെ എനിക്ക് അറിയാന്ന് പറയണം. ഇത് കേട്ടോ കിഷോറിന്, സത്യം പറ, നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നെന്ന് ചോദിക്കാം. നിന്റെ എല്ലാ കഥകളും എനിക്ക് അറിയാടാ. അവസാനം ഇതേ സ്വന്തം ഭാര്യയാലും കാമുകിയാലും ഇതേ ചതിക്കപ്പെട്ട് ഇപ്പൊ ഈ നില വന്ന് നിൽക്കുമല്ലേ, എനിക്ക് എല്ലാ കഥകളും അറിയാന്ന് പറയണം. ഇത് കേട്ടത് കിഷോർ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്താണല്ലോ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നല്ലെന്ന് മനസ്സിലായെന്ന് പറയണം. അനാർക്കിൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് പറയാം, വരട്ടെ അങ്ങോട്ട്. എന്താണെങ്കിലും ഒരാശ്രയം ഇല്ലാതെ ഇപ്പൊ നീ ഇങ്ങനെ തേരാപാരാൻ നടക്കുമല്ലേ. എനിക്കറിയാം, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടാൻ കിഷോർ പറഞ്ഞു, അതെ, എനിക്കിപ്പൊ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണേ. കിഷോറിന് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ മടി. താൻ അവർണിയാൽ ചതിക്കപ്പെട്ട് നടക്കുവാണ്. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വിളമ്പി നടക്കുന്ന ഏറ്റവും മോശപ്പെട്ടൊരു പണിയാണല്ലോ. താനിപ്പോ ഒരു ആത്മഹത്യാ വെക്കലാ നിൽക്കുന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞിട്ട് തനിക്കെന്താ കിട്ടുന്നതെന്നൊരു ചിന്തയായിരുന്നു കിഷോറിന്റെ മനസ്സിൽ. പിന്നീട് അവനോട് അനാർക്കലി വേണം, ഒരു കാര്യം ഞാൻ പറയാം, നീ എൻ്റെ ഓടൊപ്പം നിൽക്കുവാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാണെങ്കിൽ നീ പറയുന്ന പണം ഞാൻ നിനക്ക് തരാന്ന് പറയണം. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു, അതെന്താ? അല്ല, നീ എന്താണെങ്കിലും ആ രാധികയുടെയും വരുണയും കൂടെ ചിങ്കിടയാന്ന് എനിക്ക് അറിയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേന്ന് പറയണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കണം. എൻ്റെ ഒപ്പം നീ നിൽക്കണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. അങ്ങനെ അനാർക്കലിയും കിഷോറും തമ്മിൽ ഒരു ധാരണയിലെത്തോണം. കിഷോറിന് മനസ്സിലായി, എന്താണെങ്കിലും ഇവരെന്താണെങ്കിലും അതൊക്കെ കുടുംബത്തിന് മിത്രമല്ല, അതിന്റെ ശത്രുവെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂടെ കൂടുവാണെങ്കിൽ തനിക്ക് ഈ സമയത്ത് നല്ല തന്നെയാണ്, തനിക്ക് പണം കിട്ടിയാൽ മതി, അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു കിഷോറിന്റെ മനസ്സിൽ. ആ സമയം രാധികമ്മ ആകെപ്പെട്ട ടെൻഷനില്ല. കാരണം കോമന്ത് ഇപ്പൊ സത്യങ്ങളൊന്നും അറിയരുത്. വൈകുന്നേരം വരെ സമയമുണ്ട്, ഭദ്രനെ കാണണം.
ഭദ്രനെ കണ്ട് ആ പണമൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നോടം വരെ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം. അതിനു മുമ്പ് ഭദ്രൻ ഇങ്ങോട്ട് വരുവോ പോകുന്നതിനെ വിളിക്കുകയും ചെയ്യരുത്. ഭദ്രൻ വരത്തില്ലായിരിക്കും, പണം കിട്ടൂലോ, ആ ഒരു സന്തോഷത്തിലായിരിക്കും അയാൾ ഇരിക്കുന്നത്. ആ ഒരു ചിന്തയൊക്കെയായിരുന്നു രാധികാമ്മയുടെ മനസ്സിൽ. ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തില. കാരണം പ്രിയ സംസാരിച്ചില്ല. അത് മാത്രല്ല പ്രിയയില് ചലനമൊക്കെ ഉണ്ടായി. അതോ വിനോദ് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പിന്നീട് പ്രിയയുടെ അടുത്തേക്ക് ഗീതവും ഗോവിന്ദും കൂടെ ചെല്ലുവാണ്. പിന്നീട് പ്രിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. പ്രിയ തന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാ. ഇത്രയും ദിവസം തന്നെ മനസ്സിലുള്ള ആ മാനസികാവസ്ഥ എത്രമാത്രം പരിതാപകരമായിരുന്നു. കാരണം വയ്യാതെ കിടക്കണ സമയത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, കുഞ്ഞിനെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഒന്ന് കൊഞ്ചിക്കാനോ പാട്ട് പാടും പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് താൻ കിടന്നിരുന്നത്. അതൊക്കെ എത്രമാത്രം വേദനാജനകമാണെന്നൊരു കാര്യം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടമായിപ്പോയി. തന്റെ പ്രിയമോൾ അനുഭവിച്ചുകൊണ്ട വേദന അറിയാം. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുകൊണ്ടിരിക്കാൻ അല്ലായിരുന്നു പറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഗീത എന്നിട്ട് പറഞ്ഞു, അതെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ, അത് ഞങ്ങളൊരു ഡ്രാമ കളിച്ചായിരുന്നു പറയണ. അതെനിക്ക് പിന്നീടാ മനസ്സിലായത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല ഗീത ചേച്ചി. എനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണിത്, ഗീത ചേച്ചി ഗോവിന്ദേട്ടൻ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. നിങ്ങൾ രണ്ടും ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നേന്ന് പറയാണ്. എൻ്റെ പെറ്റമ്മ പോലും എന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന ഓരോ സന്ദർഭത്തിലും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ, സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിയെടുത്തോണ്ട് വന്നേ ഗീത ചേച്ചി മാത്രമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ കേട്ടിരുന്ന് ഗോവിന്ദനും എൻ്റെ കണ്ണറിഞ്ഞു പോയി. അപ്പോഴാണ് രഞ്ജു അങ്ങോട്ട് വരുന്നത്. രഞ്ജുനെ കണ്ടതും പ്രിയ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറയാണ്. രഞ്ജുനെ അടുത്തേക്ക് വിളിച്ചു. അതെ ഞാൻ എഴുന്നേറ്റ് നടന്ന സമയത്ത് നിന്നെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഏട്ടനോട് സ്നേഹക്കൂടല കാണിക്കുന്നുണ്ടപ്പം നിന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി നീ പാവാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എൻ്റെ ആയിരുന്നു തെറ്റിദ്ധാരണ. ഗോവിന്ദനെ ആരും നോക്കുന്ന പോലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമ്മളൊന്ന് വീണ കഴിയുന്ന കാര്യങ്ങളുള്ളതല്ല. ആ ഒരു കിടപ്പിൽ ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. ഇത്രയും കാലം എൻ്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന പലരും എൻ്റെ ആരും അല്ലെന്നൊരു തിരിച്ചറിവ് പോലും എനിക്ക് ഉണ്ടായ സമയം. സ്വന്തം എന്ന് കരുതിയിരുന്ന ഏട്ടൻ പോലും എന്നെ തള്ളി പറയുന്ന ഒരു സമയം. ഏട്ടൻ എന്ന് പറഞ്ഞാൽ വരുണ് തള്ളിക്കളയുന്നൊരു സമയം. കാരണം അവർക്ക് ഞാനൊരു ബാധ്യയാവോ, അല്ലെങ്കിൽ അവർക്ക് ആ ഈ മുറിയിലേക്ക് കയറാൻ പോലും മടിയായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണെന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ കണ്ണ് നിറയുവാണ്. ഗോവിന്ദ് പെട്ടെന്ന് എന്നിട്ട് ആ കണ്ണുടച്ചിട്ട്, ശേ ഇതെന്താ ഈ കുഞ്ഞു കുട്ടികളെ പോലെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലോ, പഴയ പോലെ തന്നെ ജീവിതത്തിലേക്ക് പ്രിയമോള് വരുമല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പായിട്ടുള്ള കാര്യം. ദേ പ്രിയമോളുടെ കുഞ്ഞ് പിന്നെ നടക്കണ സമയത്ത്, ആ സമയത്ത് പ്രിയമോള് നടക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ. ഇനിയിപ്പൊ കണ്ടു, കുഞ്ഞിനെ പിച്ചു വെച്ച് നടത്തിക്കുന്ന ആരാന്നറിക്കോ, പ്രിയമോള് തന്നെ ആയിരിക്കും എന്ന് പറയണം. ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല, പ്രിയമോള് നല്ല ഓടിച്ചാടി നടക്കൂന്ന് പറയണം. പണ്ടത്തെ ആ എൻ്റെ കുസൃതിക്കുട്ടിയായിട്ട് ഓടിച്ചാടി നടക്കൂന്ന് പറയാം. ഇതിനേക്കാളൊരു സന്തോഷം ഗോവിന്ദനും ഗീതനും ഇല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രനെ വിളിക്കുകയാണ്. ഭദ്രനെ വിളിച്ചിട്ട് രാധിക പറഞ്ഞു, അതെ ആ വെമ്പാലമുക്കിലുള്ള അങ്ങോട്ട് വരാനായിട്ട് പറയണം, പൈസ വാങ്ങാനായിട്ട്. അങ്ങനെ ഭദ്രൻ ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ട് ചെല്ലുന്നേ. അപ്പൊ വീഡിയോസ് ഒക്കെ ആയിട്ടാ ചെല്ലുന്നേ. അത് ഡിലീറ്റ് ചെയ്ത് കളയും അവര് മേടിച്ച, അത് ഭദ്രന് ഉറപ്പുള്ള കാര്യമായിരുന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ വരുണും രാധികമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നേയും ഭദ്രൻ ചോദിച്ചു, പണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുക. കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അന്നാ ഇനിയിപ്പോ അധികം സമയം കളയണ്ട, ആ പണം എടുത്തേക്കാൻ പറയണം. അങ്ങനെ ഒരു സൂട്ട് കേസ് എടുത്ത് വരണം അങ്ങോട്ട് കൊടുക്കുവാണ്. രാധിക പറഞ്ഞു, തുറന്നു നോക്കാൻ പറയണം. ഭദ്രൻ തുറന്നു നോക്കും. കൊള്ളാം, അപ്പൊ 10 കോടി ഉണ്ടല്ലോ അല്ലെ, 10 കോടി രൂപയുണ്ടെന്ന് പറയാണ്. പിന്നെ രാധിക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ വീഡിയോസ് ഇങ്ങോട്ട് കാട്ട്, ആ വീഡിയോസ് തെളിവല്ലേ, അത് ഞങ്ങൾ നശിപ്പിക്കണം എന്ന് പറയണം. അതാണ് കാര്യം. എന്നാ ഈ ഫോണ് തന്നെ ഇങ്ങോട്ട് പിടിച്ചോ, ഫോൺ തന്നെ മേടിച്ച് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുവോ, എന്ത് വേണം ചെയ്തോ, എനിക്ക് ഈ പണം മാത്രം മതി എന്ന് പറയണം. ഇത് കേട്ടും രാധിക പറഞ്ഞു, വരണേ ആ ഫോൺ അങ്ങോട്ട് മേടിക്കാൻ പറയണം. വരണം. അങ്ങനെ ആ ഫോൺ അങ്ങോട്ട് മേടിക്കാൻ തുടങ്ങണം. പെട്ടെന്നാണ് അയാൾ ആ കാര്യം ഓർത്തത്. അതിന് അതെ ഞാൻ ഈ പണം ഒന്നും ശരിക്കും നോക്കിക്കോട്ടെ എന്ന് പറയണേ. എന്ത് അല്ല ശരിക്കും ഈ പണം നോക്കട്ടെ എന്ന് പറയണം. പെട്ടെന്ന് വരും പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല ഭദ്ര എന്ന് പറയണം. പിന്നീട് ഭദ്രന് എന്ത് ചെയ്യുക, ആ വീഡിയോസ് അടങ്ങിയ ഫോണും കൂടി കൊടുക്കണം. വരണത് മേടിച്ച് അത് ഡിലീറ്റ് ചെയ്യാൻ കളയുവാണ്. പിന്നീട് എന്ത് ചെയ്യണം, ഭദ്രന ഇത് തുറന്ന് ഓരോ നോട്ട് കിട്ടുന്ന നോക്കുവാണ്. ഭദ്രന് അബദ്ധം മനസ്സിലായത്. കാരണം അതിനകത്തുള്ള ഒറിജിനൽ നോട്ടല്ല, ഫേക്ക് നോട്ടാണ്. പെട്ടെന്ന് ഭദ്രൻ പറഞ്ഞു, ഓഹോ അപ്പൊ ഇത് ചതിയായിരുന്നില്ല രാധിക എന്ന് ചോദിക്കണം. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, അതെ ഭദ്രൻ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, 10 കോടി രൂപ തരാൻ മാത്രം മണ്ടന്മാരൻ ഞങ്ങളെന്നോ, ഭദ്രന് തെറ്റിന്ന് പറയാണ്. ഇനി ഭദ്രൻ എന്താണെങ്കിലും ഈ വീഡിയോസ് വെച്ച് ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യില്ലോ,
ഇനിയിപ്പം എന്ത് പറഞ്ഞ് ഗോവിന്ദനെ വിശ്വസിപ്പിക്കും? ഇനിയിപ്പം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഗോവിന്ദ് അന്ന് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടും ഭദ്രനെ കൂടെ സഹിച്ചില്ല. ഭദ്രൻ പറഞ്ഞു, രാധിക എന്നെ കുറിച്ച് എന്താ വിശ്വസിച്ചോണ്ടിരിക്കുന്നേ? അതെ, ഞാൻ അത്ര വലിയ മണ്ടനൊന്നുമല്ല. ഈ വീഡിയോ നശിപ്പിച്ചാലും എന്റെ വേറെ ഉണ്ടെന്ന് പറയാണ്. നിങ്ങളുടെ കഷത്തിൽ കൂടെ ഞാൻ തല വെക്കാൻ വരുമ്പോഴേ എനിക്കൊരു മുൻകരുതൽ വേണ്ടെന്ന് ചോദിക്കും. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പല തന്ത്രങ്ങളും ഓർക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും രാധികാമ്മ ഒരു ഞെട്ടലുണ്ടായി. രാധിക പറഞ്ഞു, ഭദ്ര നീ? അതെ, ഭദ്രൻ തന്നെയാ. ഭദ്രനോട് കളിച്ചാൽ എങ്ങനെ കളിയിരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറയണം. പെട്ടെന്ന് രാധികാമ്മ എന്ത് ചെയ്യണം, പുറയിൽ ഒരു കത്തി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി ഇങ്ങ് എടുക്കണം. കത്തി എടുത്ത് ഭദ്രന്റെ നെഞ്ചു പോയി കുത്തുവാണ്. 2-3 കുത്തം കുത്തിയിട്ട് എന്ത് ചെയ്യാണ്, ഭദ്രൻ താഴേക്ക് വീഴാണ്. താഴേക്ക് വീണ് കഴിഞ്ഞിട്ട് ഭദ്രനകത്ത് കടന്നു കഴിയുമ്പോൾ ഒരു നിമിഷം വരുൺ പോലും ഞെട്ടിപ്പോയി. രാധികാമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ഓർത്തയില്ല. പിന്നീട് രാധിക പറഞ്ഞു, വരണേ, നീ ഒരു കാര്യം ചെയ്ത് നീ അവിടെ പോയി കുഴിയെടുക്കടാ, ഇയാളെ നമുക്ക് ഇപ്പൊ തന്നെ കുഴിച്ചു മൂടിയാക്കാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരാ കാഴ്ച കാണുന്നത്. മറ്റാരുമില്ല, അനാർക്കലി. ഇതെല്ലാം കണ്ടുകൊണ്ട് അനാർക്കലി അങ്ങോട്ട് വന്നിന്ന് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിത്തരിച്ച് ആ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ. ഇനിയിപ്പോ സ്വപ്നമാണോ നടന്നതാണോ എന്നൊക്കെ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാട്ടോ. ഒരു കാര്യം ഉറപ്പാ, ഭദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന്. അനാർക്കലി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താളും 8ന്റെ പണി വരാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.